ഇതിനിടയിൽ ഇന്ന് നിയമസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് NHMന്റെ ഭാഗമായി, നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ 100 കോടി രൂപ കുടിശ്ശികയായി സംസ്ഥാന സർക്കാരിന് നൽകാനുണ്ട് എന്നാണ്. എന്നാൽ ഈ വിവരം ഇന്നിപ്പോൾ JP നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആ വിവരവും കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മന്ത്രി വീണ ജോർജ് സഭയ്ക്കുള്ളിൽ പറഞ്ഞതല്ല കേന്ദ്ര സർക്കാർ പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് ആശാവർക്കർമാരുടെ വേതനം മുടങ്ങുന്നതെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. 938 കോടി 80 ലക്ഷം രൂപ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അനുവദിച്ച തുകയേക്കാൾ കൂടുതലാണിത്. ബജറ്റ് വിഹിതത്തിന് പുറമെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 120 കോടി കേരളത്തിന് അധികമായി അനുവദിച്ചുവെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം പറയുന്നത്. ജോയ്സ് ജോർജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജോയ്സ് ജോർജ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് കേന്ദ്ര സർക്കാർ 100 കോടി കുടിശ്ശിക കൊടുക്കാനുണ്ടെന്നുള്ളതാണ്. പക്ഷേ കേന്ദ്രം അത് തള്ളുകയാണല്ലേ? തന്നെയാണ് അരുൺകുമാർ. തുടക്കം മുതൽ തന്നെ BJP നേതാക്കൾ സ്ഥിരമായി പറയുന്ന ഒരു കണക്ക് തന്നെയാണിത്. 938 കോടി 80 ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഇത് ഈ നേരത്തെ കേന്ദ്ര സർക്കാർ വകയിരുത്തിയതിനേക്കാൾ കൂടുതൽ തന്നെയാണ് ഈ തുക. അതിനുശേഷം ഫെബ്രുവരിയിൽ മറ്റൊരു വിഹിതമായി 120 കോടി രൂപയും കേന്ദ്രം കേരളത്തിന് നൽകിയിരുന്നു. ഇതിലൂടെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് കേന്ദ്രം കരുതിയിരുന്നെങ്കിൽ പോലും ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ JP നദ്ദ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ന് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരളത്തിലെ സമരം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. ഇതിനുശേഷം ഇറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഈ കണക്കുകൾ കൃത്യമായി പറയുന്നത്. ഒപ്പം വലിയൊരു രാഷ്ട്രീയ മാനവും കൂടി ഇതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എല്ലാ സംസ്ഥാനങ്ങളോടും ഒരേ നിലപാടാണുള്ളത്. പക്ഷേ കേരളം മനഃപൂർവ്വം ഇതിലൊരു വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ തിരിയുന്ന ഒരു നിലപാടുണ്ട്. ഇത് ശരിയായ പ്രവണതയല്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ കണക്കുകൾ കൃത്യമായി പറയുകയാണെങ്കിൽ 2024-25 കാലഘട്ടത്തിൽ 938 കോടി 80 ലക്ഷം രൂപയാണ് നമുക്ക് കേരളത്തിനായി നൽകിയിരിക്കുന്നത്. ഇതിന് പക്ഷെ അലോട്ട് ചെയ്തിരുന്നത് 913 കോടി 24 ലക്ഷം രൂപയാണ്. അതിനുശേഷമാണ് ഫെബ്രുവരി 12, 2025 120 കോടി 40 ലക്ഷം രൂപ അധികമായി നൽകിയത്. ഇതൊക്കെ തന്നെ കേന്ദ്രം കേരളത്തെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിൽ കൃത്യമായി ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ JP നദ്ദ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് കേന്ദ്ര സഹമന്ത്രി തന്നെ നേരിട്ട് വന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോലും മറ്റേതെങ്കിലും തരത്തിൽ കേരളത്തെ സഹായിക്കാനുള്ള ഒരു നീക്കം കേന്ദ്രം നടത്തിയില്ല എന്നുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ജോയ്സ് ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്.